ഞാനേ എനിക്കൊരു സാധനം കാണിച്ചില്ല, എനിക്ക് ചിലപ്പോ നൊസ്റ്റാൾജിയൊക്കെ വരും കേട്ടോ. എന്താണ് അറിയോ? ഇതാണ് സാധനം. ഇതിന് പുത്തരിച്ചുണ്ടെന്നാണ് ഇവിടെയൊക്കെ പറയാ. ഇത് കഴിക്കാൻ പറ്റുന്ന് പറയണ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അത് ഉപ്പേരിക വെച്ച് കഴിക്കാന്നാട്ടോ പറഞ്ഞത്. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളാണ്, എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ട്. കറക്റ്റ് പറഞ്ഞുതരാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോണില്ല. വഴുതനങ്ങയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിച്ചിടാതെ നിന്നതേന്നു. ഇതിന്റെ ഇല കണ്ടാൽ ശരിക്കും ഒരു വഴുതനങ്ങേന്റെ ഇല പോലെ തന്നെ തോന്നി. നിറയെ മുള്ളുണ്ട് കേട്ടോ. വേറെ പ്രത്യേകത ഇതിന് നിറച്ച് മുള്ളുണ്ട്. ഇതിന്റെ ഇവിടെ ഒക്കെ ഉണ്ട്, നല്ല മൂർച്ചുള്ള മുള്ളാണ്. ഇതാണ് സംഭവം. കായ കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ ഒരു അരി പോലുള്ള സാധനങ്ങൾ കാണും. ഇങ്ങനത്തെ ഈ അരി പോലത്തെ സംഭവം കഴിക്കാൻ പറ്റൂല, പിന്നെ വേറെ മണം കഴിക്കാൻ പറ്റൂല. അപ്പൊ ഇതിന് എന്തെങ്കിലൊക്കെയോ ആണ് ഇതിന്റെ പ്രോസസ്സിങ്, ഈ അരി കളയണ പ്രോസസ്സിങ് എന്തൊക്കെയോ ഉണ്ട്. അതൊന്നും എനിക്ക് അറിയില്ല. പണ്ട് സ്കൂളിൽ പോണ സമയത്തേ ഈ കായ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിണ്ടാവും. എന്നിട്ട് ഇതേപോലെ എടുത്താണ്ട് ഇനി വെക്കി ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ. എന്താ അറിയോ, ഇതിങ്ങനെ പിടിച്ചിട്ടേ നമ്മളെ ചുണ്ടുമ്പിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ഇങ്ങനെ കറങ്ങും. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇത് അങ്ങനെ കറക്കി അങ്ങനെ വിട്ടു. അതാണ് ഞാനോട് ഫസ്റ്റ് പറഞ്ഞത്, എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ മനുവിന് അറിയണത് എന്താ വെച്ചാൽ അത് ഇങ്ങനെ കറക്കിയാ കറങ്ങും എന്നുള്ളതാണ്. എനിക്കറിയാം എന്താ വെച്ചാൽ ഇത് കഴിക്കാൻ പറ്റുമെന്ന് അറിയാം, എന്തൊക്കെയോ ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് അറിയാം. വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിട്ടുതരാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ഡിഷ് ഇതുകൊണ്ട് ഉണ്ടാക്കട്ടോ. നിങ്ങൾ പറയുന്ന കമൻറ്റ് ബോക്സിൽ നിന്നുള്ള നല്ലൊരു ഡിഷ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം.